നസ്കർ പിണറായിയുടെ തുടർഭരണം ഈ നാടിനുണ്ടാക്കിയിരിക്കുന്ന ദുരന്തം ചില്ലറയല്ല. സകല മനുഷ്യരും പിണറായിയുടെ ഭരണത്തിൽ പരിതപിക്കുന്നു, അദ്ദേഹത്തെ കുറ്റം പറയുന്നു. എന്തിനേറെ അന്തം കമ്മികളായ കുറെ പിണറായിസ്റ്റുകൾ ഒഴികെ സകല കമ്മ്യൂണിസ്റ്റുകാരും CPM പ്രവർത്തകരും പോലും ഈ മനുഷ്യനൊന്ന് ഇറങ്ങിപ്പോയായിരുന്നെങ്കിൽ മതി എന്ന് പറയുന്ന അവസ്ഥയിലാണ്. അതുകൊണ്ടൊക്കെ തന്നെയാവാം പിണറായി നാട്ടുകാർക്കിടയിൽ ഇറങ്ങാൻ ഭയപ്പെടുന്നത്. സകല സിഗ്നലുകളും ഓഫാക്കി നൂറുകണക്കിന് പോലീസിൻ്റെ അകമ്പടിയോടെ മാത്രം പുറത്തിറങ്ങുന്നതിൻ്റെ മനഃശാസ്ത്രം മറ്റൊന്നുമാവില്ല. പക്ഷെ എന്നിരുന്നാലും അധികാരത്തോടുള്ള ആർത്തി പിണറായിക്ക് മാറുന്നില്ല. മൂന്നാം തുടർഭരണം ഉറപ്പിച്ചിട്ട് വേണം താനോ തനിക്ക് ആരോഗ്യമില്ലെങ്കിൽ തൻ്റെ മരുമകനോ ഭരിക്കണമെന്ന് ഉറപ്പാക്കണം എന്ന വാശിയിലാണ് പിണറായി മുമ്പോട്ട് പോകുന്നത്. അതിനുള്ള ഏക വഴി ജനക്ഷേമ പ്രവർത്തനങ്ങളല്ല, നാടിൻ്റെ വികസനമല്ല, പ്രീണന രാഷ്ട്രീയവും പച്ചക്കള്ളങ്ങളുടെ പുറത്ത് കെട്ടിപ്പൊക്കുന്ന വൃത്തികേടുകളുമാണ്. അതിന് ഏറ്റവും മികച്ച വഴിയായി മാറുന്നത് ദുരന്തങ്ങളെ മുതലെടുക്കുകയാണ്. ദുരന്തങ്ങളുടെ മേൽ കെട്ടിപ്പടുത്ത ഒരു ഭരണകൂടമാണിത്. കൊറോണ എന്ന് പറയുന്ന ദുരന്തം ഉണ്ടായിരുന്നില്ലെങ്കിൽ 2021 ഈ തുടർഭരണം എന്ന ദുരന്തം ഉണ്ടാകുമായിരുന്നില്ല. അതുകൊണ്ട് ഓരോ ദുരന്തവും എങ്ങനെ മുതലെടുക്കണം എന്ന ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന പിണറായിയും കൂട്ടരും വയനാട്ടിലെ മഹാദുരന്തത്തെയും മുതലെടുക്കുന്നു. ദുരന്തമുണ്ടായ വാർത്ത പുറത്തു വന്ന അന്ന് എത്ര പേർ മരിച്ചു എന്നതിനെക്കുറിച്ചുള്ള സൂചനകൾ പോലും പുറത്തു വരുന്നതിന് മുൻപ് പിരിവിന് വേണ്ടി ഇറങ്ങിയ പിണറായി അപഹാസ്യനാവുകയായിരുന്നു. എങ്ങനെയെങ്കിലും പിരിക്കുക, ആ പിരിവിൽ മറ്റു സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നതിനപ്പുറത്തേക്ക് ദുരന്തത്തിൽപ്പെട്ട മനുഷ്യരെ സംരക്ഷിക്കാൻ ഒന്നും ചെയ്യാൻ ശ്രമിച്ചില്ല. ചെയ്തതൊക്കെ കേന്ദ്ര സർക്കാർ, കേന്ദ്രസേനയുമാണ്. ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാവുമ്പോൾ പിണറായി പത്രസമ്മേളനത്തിലൂടെ മുതലെടുപ്പ് രാഷ്ട്രീയത്തിന് തുടക്കമിടും. പിണറായി ഭക്തർ കണ്ടോ ഇരട്ടച്ചങ്കൻ എന്ന് പറഞ്ഞ് രംഗത്തിറങ്ങും. ആരെങ്കിലും ദുരന്തവുമായി ബന്ധപ്പെട്ട് പിണറായിയുടെ തള്ളിനെതിരെ പ്രതികരിച്ചാൽ അവരെ എല്ലാവരും കൂടി പഞ്ഞിക്കിടും. എന്നാൽ ഇത്തവണ സ്ഥിതി വ്യത്യസ്തമാണ്. പിണറായിയുടെ ദുരന്ത രാഷ്ട്രീയത്തെ ശക്തമായി എതിർത്തുകൊണ്ട് സകലരും രംഗത്ത് വന്നു. അവരൊക്കെ വയനാട്ടിലെ ജനങ്ങൾക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് തന്നെ പിണറായിയുടെ ദുരന്ത മുതലെടുപ്പിനെതിരെ പ്രതികരിച്ചു. ഇത് അപകടമാകുമെന്ന് പിണറായി തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് പിണറായിക്കെതിരെ ആരെങ്കിലും പ്രതികരിച്ചാൽ അവരെയൊക്കെ പിടിച്ച് ജയിലിൽ അടയ്ക്കാൻ പിണറായി ഉത്തരവിട്ടിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി ഓടി നടന്ന് പിണറായിയുടെ ദുരന്ത നിവാരണത്തെക്കുറിച്ച് പ്രതികരിക്കുന്നവർ, വിമർശിക്കുന്നവർക്കെതിരെ കേസെടുക്കുകയാണ്. ദുരന്ത നിവാരണ നിയമം അടക്കമുള്ള വകുപ്പുകൾ ചാർത്തിക്കൊണ്ട് കേസെടുക്കൽ ആരംഭിച്ചിരിക്കുന്നു. മറുനാടിനെതിരെയും കേസെടുത്തിട്ടുണ്ട്. അനേകം പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. അതിലൊന്ന് വയനാട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസാണ്. ആ കേസിനെ കുറിച്ച് പോലീസ് ഒരു പത്രക്കുറിപ്പും ഇറക്കി. എല്ലാവർക്കും മുന്നറിയിപ്പ് എന്ന നിലയിൽ ഇനി ആരും പ്രതികരിക്കരുത്, പ്രതികരിച്ചാൽ ഞങ്ങളിതാ വയനാട്ടിലെ പോലെ നിങ്ങളെയും അകത്താക്കും എന്ന സന്ദേശമാണ്. കേരള പോലീസ് ഔദ്യോഗികമായി ഇറക്കിയ പത്രക്കുറിപ്പ് ഇങ്ങനെയാണ്. സ്റ്റേറ്റ് പോലീസ് മീഡിയ സെന്റർ 1/8/2024 ഇന്നത്തെ പത്രക്കുറിപ്പാണ്. മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെ പ്രചാരണം സൈബർ പോലീസ് കേസെടുത്തു. വയനാട് ജില്ലയിലെ ചൂരൽമലയിലുണ്ടായ ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് സഹായം അഭ്യർത്ഥിച്ചുള്ള മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെ പ്രചരണം നടത്തിയതിന് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് തടസ്സമുണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടെ പോസ്റ്റ് പ്രചരിപ്പിച്ചതിനാണ് വയനാട് സൈബർ ക്രൈം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചത്. ഭാരതീയ ന്യായ സംഹിതയിലെ 192, 45 വകുപ്പുകൾ, ദുരന്ത നിവാരണ നിയമത്തിലെ 51 വകുപ്പ് എന്നിവ അനുസരിച്ചാണ് കേസ്. സമൂഹ മാധ്യമമായ എക്സിൽ കോഴിക്കോടൻസ് 2 എന്ന പ്രൊഫൈലിൽ നിന്ന് വ്യാജ പോസ്റ്റ് പ്രചരിപ്പിച്ചത്. ദുരന്ത നിവാരണ സഹായത്തിനുള്ള മുഖ്യമന്ത്രിയുടെ അഭ്യർത്ഥന തള്ളിക്കളയുന്നതിന് ജനങ്ങളെ പ്രേരിപ്പിക്കുന്ന തരത്തിലായിരുന്നു പോസ്റ്റ്. തെറ്റിദ്ധാരണ പരത്തുന്ന തരത്തിൽ ഇത്തരം പോസ്റ്റുകൾ എഡിറ്റ് ചെയ്യുകയും നിർമ്മിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവർക്കെതിരെ ദുരന്ത നിവാരണ നിയമപ്രകാരം കർശന നടപടി സ്വീകരിക്കുന്നതാണ്. ഇതിനായി സാമൂഹ്യ മാധ്യമങ്ങളിൽ സൈബർ പോലീസിന് നിരീക്ഷണം ശക്തമാക്കി VP പ്രമോദ് കുമാർ, ഡെപ്യൂട്ടി ഡയറക്ടർ. ആലോചിച്ച് നോക്കി. അതായത് നിങ്ങൾ ആരെങ്കിലും പ്രതികരിച്ചാൽ ഞങ്ങൾ അകത്താക്കും, ഞങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിരീക്ഷണം തുടങ്ങിയെന്ന ഫാസിസ്റ്റ് പ്രഖ്യാപനം. ഈ പ്രഖ്യാപനം വന്നതിന് തൊട്ടു പിന്നാലെ മറുനാടനെതിരെ കേസെടുത്ത് FIR ഇട്ടു എന്ന് വ്യക്തമാവുന്നു. ഒരു അജ്ഞാതൻ ഞങ്ങൾക്ക് FIR നമ്പർ അയച്ചു തന്നു. ആ നമ്പർ എടുത്ത് പരിശോധിച്ചപ്പോൾ മറുനാടനെതിരെ കേസെടുത്തിരിക്കുന്നു. ആ കേസിൽ ഈ പറഞ്ഞ വകുപ്പുകൾക്ക് പുറമെ കേരള പോലീസ് ആക്ടിലെ മറ്റൊരു വകുപ്പ് കൂടിയുണ്ട്. ആ FIR ആണ് പ്രേക്ഷകരെ കാണിക്കുന്നത്. അതിൽ മറുനാടൻ ചെയ്ത കുറ്റകൃത്യം എന്താണെന്ന് വ്യക്തമാക്കുന്നു. ഈ സംഗതിക്ക് ഇന്നേ ദിവസം 31/07/2024, അതായത് ഇന്നലെ തീയതി മറുനാടൻ മലയാളി എന്ന ചാനലിൽ നിന്നും
കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാനും ബഹുമാനപ്പെട്ട കേരള സംസ്ഥാന മുഖ്യമന്ത്രിയുമായ ശ്രീ പിണറായി വിജയന്റെ വയനാട് ജില്ലയിലെ ചൂരൽമല, മുണ്ടക്കായി എന്നീ സ്ഥലങ്ങളിൽ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി സംസ്ഥാന ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യണമെന്നുള്ള അഭ്യർത്ഥനയ്ക്കെതിരെ ജനങ്ങൾ തമ്മിൽ കലാപമുണ്ടാക്കുന്നതിന് വേണ്ടിയും ദുരന്ത നിവാരണ റിലീഫിനുള്ള അഭ്യർത്ഥന തള്ളിക്കളയുന്നതിന് വേണ്ടി ജനങ്ങളെ പ്രേരിപ്പിക്കുന്ന നിലയിലും മറുനാടൻ മലയാളി ചാനൽ ഉടമയായ പ്രതി മുഖ്യമന്ത്രി പത്രസമ്മേളനത്തെ തെറ്റായി വ്യാഖ്യാനിച്ച് പ്രചരിപ്പിച്ച് വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ ക്രൈം 957/2024 അണ്ടർ സെക്ഷൻ 192-45 BNS ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് 51 KP ആക്ട് 120O പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യുന്നു. സംഭവ സ്ഥലം ഇവിടെ നിന്നും 1.5 കിലോമീറ്റർ തെക്ക് കിഴക്ക് മാറിയാണ്. ഇതാണ് FIR ഇട്ടിരിക്കുന്നത്. എന്താണ് ജനങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടി മറുനാടൻ ചെയ്ത കുറ്റകൃത്യമെന്ന്, അല്ലെങ്കിൽ ഏത് വാർത്തയാണ്, വീഡിയോയാണ് എന്നൊന്നും FIR-ലില്ല. അതിന് പോലീസ് വിളിക്കുമ്പോൾ ചെല്ലുമ്പോൾ പറഞ്ഞു തരുമായിരിക്കും. ഞാൻ അന്വേഷിച്ച് മനസ്സിലാക്കിയത് മുഖ്യമന്ത്രി ദുരിതാശ്വാസ പിരിവുമായി രംഗത്ത് വന്നിരിക്കുന്നു. കൊടുക്കണോ വേണ്ടയോ എന്ന് പ്രേക്ഷകർക്ക് തീരുമാനിക്കാം. എന്നാൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും വഴിവിട്ട് സംഭാവന കൊടുത്തതിന്റെ പേരിൽ ലോകായുക്ത കേസെടുത്തതടക്കമുള്ള കാര്യങ്ങൾ മറക്കരുത്. വ്യക്തിപരമായി ഞാൻ കൊടുക്കില്ല, പക്ഷെ പ്രേക്ഷകർ തീരുമാനിക്കുക കൊടുക്കണോ വേണ്ടയോ എന്ന് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ഇന്നലെ പ്രേക്ഷകർ കണ്ടിരുന്നു. എത്ര പേർ മരിച്ചു എന്ന് ഉറപ്പാക്കുന്നതിന് മുൻപ് മുഖ്യമന്ത്രി ധൃതി വെച്ച് പത്രസമ്മേളനം നടത്തി പിരിവിന് വേണ്ടി കെഞ്ചിയപ്പോൾ അതിനെക്കുറിച്ച് പ്രതികരണം ഞാൻ നടത്തി എന്നത് വാസ്തവമാണ്. ലോകത്ത് നടക്കുന്ന എല്ലാ പ്രധാനപ്പെട്ട സംഭവങ്ങളെക്കുറിച്ചും ഞാൻ പ്രതികരിക്കാറുണ്ട്. അതാണ് എൻ്റെ പത്രപ്രവർത്തന രീതി. ഏത് വിഷയത്തെക്കുറിച്ചും പ്രതികരിക്കും. ഇന്നലെ മലയാള മാധ്യമങ്ങളൊന്നും അറിഞ്ഞിരുന്നില്ല ഇസ്മയിൽ ഹനിയ കൊല്ലപ്പെട്ടത്, മാധ്യമം ഒഴികെ. ഇസ്മയിൽ ഹനിയ കൊല്ലപ്പെട്ടത് അടക്കമുള്ള വിഷയങ്ങളെക്കുറിച്ചുള്ള പ്രതികരണം ഞാൻ ഇന്നലെയും നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ പത്രസമ്മേളനം നടത്തി ദുരിതാശ്വാസ ഫണ്ട് ചോദിക്കുമ്പോൾ അതേക്കുറിച്ച് നാട്ടുകാർ, ഇവിടുത്തെ പൗരന്മാർ ചീത്ത വിളിക്കുമ്പോൾ അതേക്കുറിച്ച് പ്രതികരിക്കേണ്ട ചുമതല എനിക്കുണ്ട്. ഞാനത് ചെയ്തു. ഞാൻ എൻ്റെ വീഡിയോയിൽ ഒരിടത്തും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യരുതേ എന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനെ പറയില്ല എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. കാരണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ഒരു വ്യക്തിയാണ്. അതിന് രാഷ്ട്രീയമോ മതമോ ഒന്നും നോക്കേണ്ട കാര്യമില്ല. ഒരു വ്യക്തിക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ഫണ്ട് കൊടുത്താൽ അത് വയനാട്ടിലെ പാവപ്പെട്ടവർക്ക് കിട്ടുമെന്ന് തോന്നിയാൽ കൊടുക്കാം. അത് തോന്നുന്നവർക്ക് കൊടുക്കാം. നമ്മുടെ നാട്ടിലെ പ്രമുഖരായ ബിസിനസ്സുകാരെല്ലാം 5 കോടിയും 2 കോടിയും 1 കോടിയും ഒക്കെ കൊടുക്കുന്നുണ്ട്. അത് അവർ ചെയ്യുന്നത് തെറ്റാണെന്ന് പറയാൻ കഴിയുമോ? പറ്റില്ല. അവരുടെ ഫണ്ട് അവർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുന്നു. അതുവഴി അവർ വയനാട്ടിലെ ദുരിത ബാധിതരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നു. അദാനി മുതൽ രവി പിള്ള വരെയുള്ളവർ പണം കൊടുത്തിട്ടുണ്ട്. വളരെ നല്ല കാര്യമാണ്, അവർക്കത് കൊടുക്കാൻ അവകാശമുണ്ട്. ഞാൻ അതിനെ എതിർക്കുന്ന ആളല്ല. പക്ഷേ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് കൊടുത്താൽ അത് മുഴുവൻ അർഹതപ്പെട്ടവർക്ക് കിട്ടുമോ എന്ന കാര്യത്തിൽ ഈ നാട്ടിലെ പ്രജകൾക്ക് സംശയമുണ്ട് എന്ന് മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് അടിയിൽ അവർ രേഖപ്പെടുത്തി. 1000 വന്നാണ് മുഖ്യമന്ത്രിയോട് എങ്ങനെ വിശ്വസിച്ച് പണം തരുമെന്ന് ചോദിച്ചത്. അത് മറച്ചു വയ്ക്കാൻ കഴിയുമോ? മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ഇവിടുത്തെ പൗരന്മാർ സംശയം പ്രകടിപ്പിക്കുന്ന കാര്യം മറച്ചു വയ്ക്കാൻ കഴിയുമോ? ആ സംശയം ഞാൻ വാർത്തയിൽ സൂചിപ്പിച്ചു. കൊടുക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, പറയത്തുമില്ല. അതൊക്കെ ഓരോ വ്യക്തി തീരുമാനിക്കേണ്ടതാണ്. ഇക്കാര്യം സൂചിപ്പിച്ചു. അതിന്റെ പേരിലാണ് കേസെടുത്തിരിക്കുന്നത് എന്നത് എത്ര വിചിത്രമായ കാര്യമാണ്. ഓർക്കണം, ഇവർ മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ ആളുകളാണ്. അഭിപ്രായ സ്വാതന്ത്ര്യം നിഷേധിക്കുന്നതും മോദിക്കെതിരെ സമരം നടത്തുന്നവരാണ്. പക്ഷെ ഇവിടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ നടത്തിയ വിമർശനത്തെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞതിന്, അതും ദുരിതാശ്വാസ നിധിയിൽ പണം കൊടുക്കരുതേ എന്ന് പറയാതെ അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ കേസെടുക്കുന്നത് എന്തുതരം ജനാധിപത്യമാണ്? ഇതല്ലേ എല്ലാം തികഞ്ഞ ഫാസിസം. ഫാസിസത്തിനെതിരെ ശബ്ദമുയർത്തുന്നു എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. എന്നാൽ ഇതിനേക്കാൾ വലിയ ഫാസിസമുണ്ടോ? ഇതിനേക്കാൾ വലിയ ജനാധിപത്യ വിരുദ്ധ നിലപാടുണ്ടോ? ഇതിനേക്കാൾ വലിയ മാധ്യമ വേട്ടയുണ്ടോ? മറുനാടിനെതിരെ നിരവധി തവണ കേസെടുത്തിട്ടുണ്ട് കേരള പോലീസ്. കഴിഞ്ഞ 1 വർഷത്തിലധികമായി കേസെടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഒരു വിനോദമായി മാറിയിരിക്കുന്നു. പിണറായി പറഞ്ഞാൽ ചെയ്യാതിരിക്കാൻ കഴിയില്ല. ഈ കേസെടുക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് എനിക്ക് സഹതാപമേ ഉള്ളൂ. നിയമവിരുദ്ധമായി അവർക്ക് പ്രവർത്തിക്കേണ്ടി വരുന്നത് അവർക്ക് ശമ്പളം വാങ്ങി ജീവിക്കേണ്ടതുകൊണ്ടും കുടുംബം നടത്തേണ്ടതുകൊണ്ടുമാണ്. നിയമപരമായിട്ടല്ലല്ലോ ഇവിടെ ഒന്നും ചെയ്യാൻ പിണറായി സമ്മതിക്കുന്നത്. പിണറായിയുടെ കാലത്ത് ഇങ്ങനെയാണ്. അവർ തീരുമാനിക്കും, അവർ ചെയ്യും. എന്നിട്ട് വലിയ വായിൽ പറയും ജനാധിപത്യം നീണാൾ വാഴട്ടെ. അല്ലെങ്കിൽ ഈ വീഡിയോയ്ക്കെതിരെ, ഈ വീഡിയോ ഇന്നലെ പ്രേക്ഷകർ കണ്ടതാണ്, അതിന്റെ ലിങ്ക് ഞാൻ പിൻ ചെയ്തിട്ടുണ്ട്. ഒന്ന് കേട്ടൊന്നൊക്കെ നിങ്ങൾ പറയൂ, അതിൽ കേസെടുക്കാൻ എന്താണുള്ളത്? ഒരു വരിക്കെതിരെയെങ്കിലും കേസെടുക്കാറുണ്ടോ? പക്ഷെ പിണറായി വിജയന്റെ പോലീസ് കേസെടുക്കും. അതിന് കൃത്യമായ അജണ്ടയുണ്ട്. ആ അജണ്ട മറുനാടനെ വേട്ടയാടുക എന്നതിനപ്പുറത്തേക്ക് ഫ്രീ സ്പീച്ചിനെ, സ്വതന്ത്ര അഭിപ്രായത്തെ ഇല്ലാതാക്കുക എന്നതാണ്. ആരെങ്കിലും സർക്കാരിനെ വിമർശിച്ചാൽ
അത് ജനങ്ങൾ ഏറ്റെടുത്താൽ ഇനിയും നുണ പറഞ്ഞ് അധികാരത്തിലെത്താനുള്ള സാധ്യതയടയും. അതുകൊണ്ട് മാധ്യമങ്ങളെ നിശബ്ദരാക്കുക എന്ന നിലപാടിന്റെ ആവർത്തനമായി അവർ കേസെടുക്കും. പിണറായി തിരുത്താൻ പോകുന്നു, മാധ്യമ വേട്ട സർക്കാർ തിരിച്ചടിയായി എന്നൊക്കെ ചില പത്രങ്ങളിൽ വാർത്ത വന്നു. എന്തു തിരുത്താൻ? പിണറായിക്ക് തിരുത്താൻ കഴിയുമോ? പറ്റില്ല. ഇങ്ങനെയേ പിണറായി ശീലിച്ചിട്ടുള്ളൂ, അങ്ങനെയേ പിണറായി ചെയ്യൂ. വിമർശനത്തോട് ഇഷ്ടമല്ല, സ്തുതിപാഠകരെയാണ് വേണ്ടത്. ദുരിതാശ്വാസ നിധിക്ക് വേണ്ടി മുഖ്യമന്ത്രി രംഗത്തിറങ്ങുമ്പോൾ മാല പറിച്ചു കൊടുക്കുന്നതും കമ്മൽ പറിച്ചു കൊടുക്കുന്നതുമായ ചിത്രങ്ങളോടെ വാർത്ത കൊടുത്തോണം. ഇതാ മലയാളിയുടെ അസാധാരണ നന്മ എന്ന് പറഞ്ഞ് എല്ലാവരെ കൊണ്ടും ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ടിടിപ്പിക്കണം. ഇതാണ് ചെയ്യേണ്ടത്. ഇതാണ് പത്രപ്രവർത്തനം. അല്ലാതെ ചെയ്യുന്നതൊക്കെ ജനാധിപത്യ വിരുദ്ധമാണ്, കേരള വിരുദ്ധമാണ്. ദുരിതമനുഭവിക്കുന്ന മനുഷ്യരെ ചേർത്ത് പിടിച്ച് അവർക്ക് എല്ലാ സഹായങ്ങളും ചെയ്യാനും അവരുടെ അടുത്തേക്ക് സഹായങ്ങൾ എത്തിക്കാനും എല്ലാ സംവിധാനങ്ങളും ഒരുക്കി കൊടുക്കുമ്പോഴും പിണറായിയുടെ ഈ മുതലെടുപ്പിനെ വിമർശിച്ചാൽ കേസെടുക്കും. എനിക്കെതിരെ കേസെടുത്തതിൽ എനിക്കൊരു അത്ഭുതവുമില്ല. പക്ഷേ നാട്ടിലുള്ള സകല മനുഷ്യർക്കെതിരെയും കേസെടുക്കാനാണ് പിണറായിയുടെ പോലീസിന് തീരുമാനം. അതുകൊണ്ടാണ് സൈബർ പട്രോളിംഗ് ആരംഭിച്ചിരിക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും പിണറായിയെയോ സർക്കാരിന്റെ ദുരന്ത നിവാരണ പരിപാടികളെ എതിർത്താൽ നിങ്ങൾക്കെതിരെ കേസെടുക്കുക, നിങ്ങളെ പിടിച്ച് ജയിലിലടയ്ക്കും. ഇതുപോലെ ജനാധിപത്യമില്ലാതായ, ഇതുപോലെ ഫാസിസം മുറ്റി വളർന്ന ഒരു ചരിത്ര ഘട്ടം കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ഭയങ്കരവും ഭയാനകവുമായ അവസ്ഥയിലേക്ക് നാട് മാറുന്നു. 2 വർഷം കൂടിയെങ്കിലും സഹിച്ചേ മതിയാവൂ. മറ്റെന്ത് ചെയ്യാൻ?